800 കോടി രൂപയുടെ ആസ്തിയിൽ നിന്നും വെറും $7 ബാങ്ക് ബാലൻസിലേക്ക് എത്തിയ കഥ മറ്റാരുമല്ല, ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഫുട്ബോളറായ റൊണാൾഡീനിയോ. തന്റെ കരിയറിന്റെ പീക്ക് സ്റ്റേജിൽ 10 കോടിക്ക് മുകളിലായിരുന്നു മന്ത്ലി ഉള്ള ഏർണിംഗ്സ്. അതേസമയം നൈറ്റ് ക്ലബും പാർട്ടിയും ഒക്കെ ആയിട്ട് തീരെ ഡിസിപ്ലിൻ ഇല്ലാതെ കൃത്യമായി പ്രാക്ടീസിന് പോലും പോകാത്ത ഒരു പ്ലെയർ ആയിരുന്നു റൊണാൾഡീനിയോ. 2002 ബ്രസീലിനെ വേൾഡ് കപ്പ് വരെ എത്തിച്ച റൊണാൾഡീനോയെ 2008 വളരെ മോശം പെർഫോമൻസ് കാരണം വേൾഡ് കപ്പ് ടീമിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ ബാക്ക് ടു ബാക്ക് വളരെ മോശം പെർഫോമൻസ് കാരണം 2015 കൂടി ഏകദേശം 800 കോടി രൂപ ആസ്തിയോടുകൂടി റൊണാൾഡീനോ റിട്ടയർ ചെയ്യുകയാണ്. ആ ഒരു പോയിന്റിൽ റിയൽ എസ്റ്റേറ്റിൽ വളരെ ഹെവി ആയിട്ട് ഇൻവെസ്റ്റഡ് ആയിരുന്നു റൊണാൾഡീനോ. എന്നാൽ ആ സമയത്ത് ഒരു പ്രോപ്പർട്ടിയിൽ ചെയ്തിട്ടുള്ള ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ കാരണം 15 കോടി രൂപയുടെ ഫൈൻ ആണ് അടിച്ചു കെട്ടിയത്. ഇതിന്റെ അന്വേഷണത്തിനിടയിലാണ് ബാക്കിയുള്ള പ്രോപ്പർട്ടികളിൽ മൊത്തം 20 കോടി രൂപ ടാക്സ് ആയും ഫൈനായും ഒക്കെ അടക്കാനുണ്ട് എന്നുള്ളത് പുറത്തു വരുന്നു. എന്നാൽ ഈ ഫൈനുകളൊന്നും റൊണാൾഡീനോയ്ക്ക് അടക്കാൻ പറ്റിയിരുന്നില്ല. ഇതോടുകൂടി പുള്ളിയുടെ എല്ലാ പ്രോപ്പർട്ടിയും ഏകദേശം 57 പ്രോപ്പർട്ടികളാണ് ജപ്തി ചെയ്തത്. കൂടാതെ പുള്ളിയുടെ പാസ്പോർട്ടും പിടിച്ചെടുത്തു. ഈ സമയത്ത് റൊണാൾഡീനോയുടെ ബാങ്ക് ബാലൻസ് വെറും $7 താഴെയായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതേ സമയം മറ്റ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകളും ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം സ്വന്തമായി ക്രിപ്റ്റോ കറൻസി ഇറക്കാൻ നോക്കി, അതും പൊട്ടി. ഡെയിലി 2% റിട്ടേൺ ഓഫർ ചെയ്തിട്ടുള്ള വേറൊരു ക്രിപ്റ്റോ സ്കാം കൂടെ പ്രൊമോട്ട് ചെയ്തു. അതിന്റെ പണി വേറെ കിട്ടി. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ബാഴ്സലോണയുടെ അംബാസിഡർ തന്നെയാണ് റൊണാൾഡീനോ. ആളുടെ മകനും ബാഴ്സലോണയിൽ കളിക്കുന്നുണ്ട്. ഇങ്ങനെ സ്ലോലി പുള്ളിയുടെ ഫിനാൻഷ്യൽസ് റിക്കവർ ആവുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റൊണാൾഡീനോ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ എത്രയൊക്കെ തന്നെ പൈസ ഉണ്ടാക്കിയാലും 800 കോടി രൂപ ഉണ്ടാക്കിയാലും നമ്മുടെ മണി മാനേജ്മെന്റും ഇൻവെസ്റ്റ്മെന്റും ഒന്നും പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ.